ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഇന്ന് നാം പഠിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം, വേദപുസ്തകത്തിലെ 47-ാമത്തെയും പുതിയ നിയമത്തിലെ 8-ാമത്തെയും പുസ്തകമായ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം എഫേസോസിൽ വെച്ചാണല്ലോ എഴുതിയത്. അത് കൊരിന്തിലെത്തിച്ചത് തീത്തോസാണ്. ലേഖനം തീത്തോസ് വശം കൊടുത്തുവിട്ട ശേഷം പൗലോസ് ത്രോവാസിലേക്ക് പോയി. കൊരിന്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ത്രോവാസിലെത്തണം എന്ന് തീത്തോസിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തീത്തോസ് ത്രോവാസിലെത്തിയില്ല. ആ കാര്യം 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ചാൽ കണക്ഷൻ കിട്ടും. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായ്കയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കധോനിയയ്ക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ കഥ മനസ്സിലാക്കാതെ ഈ വാക്യം വായിച്ചാൽ നമുക്കൊരു കണക്ഷനും കിട്ടുകയില്ല. അതിനാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് തീത്തോസ് കൊരിന്തിൽ നിന്ന് മടങ്ങി ത്രോവാസിൽ എത്തിയില്ല. അങ്ങനെ എത്താതിരുന്നപ്പോൾ പൗലോസ് മനസ്സിൽ സ്വസ്ഥതയില്ലാത്തവനായി തീത്തോസിനെ തെരഞ്ഞ് മക്കധോനിയയിലേക്ക് പോയി. അതാണല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. മക്കധോനിയയിലെ ഫിലിപ്പിയയിൽ വെച്ച് അവർ കണ്ടുമുട്ടി. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീത്തോസിനെ കണ്ടുമുട്ടി, തീത്തോസിൻ്റെ വരവിനാൽ എന്ന് പറയുന്നുണ്ട്. തീത്തോസിനെ കണ്ട് ആശ്വാസം പ്രാപിച്ചു പൗലോസ്. ഞങ്ങൾ മക്കധോനിയയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടം അത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ കണക്റ്റഡ് ആയെങ്കിലാണ് ഈ ലേഖനം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തീത്തോസിൻ്റെ വരവ് കൊണ്ട് അസ്വസ്ഥമായിരുന്ന പൗലോസിൻ്റെ മനസ്സ് ആശ്വാസം പ്രാപിച്ചു. ആശ്വാസം പ്രാപിച്ച പൗലോസ് കൊരിന്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ആരോട് ചോദിച്ചു കാണും? തീത്തോസിനോട് ചോദിച്ചു കാണും. കാരണം ലേഖനം കൊണ്ടുപോയി അവിടെ ആളുകളുമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെട്ടതിന് ശേഷമാണ് മടങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൊരിന്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, തൻ്റെ ഒന്നാമത്തെ ലേഖനത്തോടുള്ള കൊരിന്തുകാരുടെ പ്രതികരണത്തെക്കുറിച്ച് ഒക്കെ തീത്തോസിനോട് ചോദിച്ച് അറിഞ്ഞു. അപ്പോൾ കൊരിന്തിൽ പുതിയ ചില പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുന്നതായിട്ട് പൗലോസ് തീത്തോസിൽ നിന്ന് മനസ്സിലാക്കി. ഒന്നാം ലേഖനത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ. അവിടെ വിഭാഗീയതയും അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ലേഖനം എഴുതിയത്. എന്നാൽ ഇപ്പോൾ കൊരിന്തിൽ പുതിയ ചില പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുന്നു എന്ന് തീത്തോസ് പൗലോസിനോട് പറഞ്ഞു. എന്തായിരുന്നു ആ പുതിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ, യെരുശലേമിൽ നിന്നും മറ്റും യഹൂദ മതാനുസാരികളായ ഉപദേഷ്ടാക്കന്മാർ കൊരിന്തിലെത്തി. അവർ കൊരിന്തിൽ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചു, മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചു. അതുകൊണ്ട് അവിടെ വേറൊരു ആത്മാവ് അല്ലെങ്കിൽ മറ്റൊരാത്മാവ് വ്യാപരിച്ചു. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും ഞങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അവർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മറിഞ്ഞുപോയി. അവർ യഹൂദ മതാനുസാരികളായ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് വേറൊരു സുവിശേഷം, വേറൊരു യേശു അല്ലെങ്കിൽ മറ്റൊരു യേശു, അതുവഴി വ്യാപരിച്ച വേറൊരു ആത്മാവ്. അപ്പോൾ ഇത് പൗലോസിന് വല്ലാതെ വിഷമമായി. എന്ന് മാത്രമല്ല, പൗലോസാണല്ലോ ഈ സഭ സ്ഥാപിക്കുകയും അവിടെ സുവിശേഷം പറയുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഈ പുതിയ അധ്യാപകന്മാർ പൗലോസിൻ്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്തു. പൗലോസ് യഥാർത്ഥത്തിലുള്ളൊരു അപ്പോസ്തോലനല്ല. അതിനവർ ഉപയോഗിച്ചത് ലജ്ജാകരമായ രഹസ്യങ്ങളും ഉപായങ്ങളും ഒക്കെയാണ്. അവർ ദൈവവചനത്തിൽ കൂട്ടുചേർത്തു. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർ ലജ്ജാകരമായ രഹസ്യങ്ങളും ദൈവവചനത്തിൽ കൂട്ടുചേർത്തുമൊക്കെയാണ് പൗലോസ് അപ്പോസ്തോലനല്ല എന്ന് സ്ഥാപിക്കുന്നതിനായിട്ട് തുനിഞ്ഞത്. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. അപ്പോൾ പൗലോസ് സത്യം വെളിപ്പെടുത്തുന്നു, ഈ തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വരികൾക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ്. ഇവർ ലജ്ജാകരമായ രഹസ്യങ്ങൾ, ഉപായങ്ങൾ, ദൈവവചനത്തിൽ കൂട്ടുചേർക്കൽ ഒക്കെ നടത്തി. മാത്രമല്ല അവർ പൗലോസിനെ നിന്ദിച്ചു. 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചാൽ
ഈ പുതിയ ഉപദേഷ്ടാക്കന്മാർ പൗലോസിനെ കുറച്ച് കാണുകയാണ്. പൗലോസ് പഠിപ്പിച്ചത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് അവർ പൗലോസിൻ്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുകയും പുതിയൊരു സുവിശേഷം പ്രസംഗിക്കുകയും പൗലോസിനെ നിന്ദിക്കുകയും ചെയ്തു. 10:10 അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്ര എന്ന് ചിലർ പറയുന്നുവല്ലോ. കണ്ടോ, അങ്ങനെ നിന്ദിക്കുകയാണ്. അപ്പോൾ ഇത് ദൈവസഭയുടെ മനസ്സിനെ വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് പൗലോസിനെ വേദനിപ്പിക്കുകയാണ്. കാരണം ഈ സുവിശേഷം, ഈ തെറ്റായ സുവിശേഷവും തെറ്റായ ഒരാത്മാവും ഒക്കെ വ്യാപിച്ചപ്പോൾ ദൈവസഭയുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ആ കർത്താവിൽ നിന്ന് അകന്നുപോയി. അതാണ് 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം കാണുന്നത്, അല്ലേ? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കള്ള അപ്പോസ്തലന്മാരും കപട വേലക്കാരും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരും ആണെന്ന് സഭ തിരിച്ചറിഞ്ഞില്ല. പൗലോസ് തിരിച്ചറിഞ്ഞു, സഭ തിരിച്ചറിഞ്ഞില്ല. 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ 15 വരെ വായിക്കുകയാണെങ്കിൽ പൗലോസ് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. കണ്ടോ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കും. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിക്കുകയാണെങ്കിൽ അത് ആശ്ചര്യമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ കറുത്ത കോട്ടിട്ട് നീണ്ട പല്ലുമൊക്കെ ആയിട്ട് സാത്താൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവനോട് ഒരു ഇടപാടിനും പോകുകയല്ല. എന്നാൽ എങ്ങനെയാണ് സാത്താൻ വരുന്നത് പറഞ്ഞത്? വെളിച്ചദൂതന്റെ വേഷം. അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷത്തിലാണ് വരുന്നത്, പാസ്റ്ററിൻ്റെ രൂപത്തിലാണ് വരുന്നത്, സുവിശേഷ പ്രസംഗകൻ്റെ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ആ സുവിശേഷം ആളുകൾ പെട്ടെന്ന് സ്വീകരിക്കാനിടയാകും. എന്നാൽ ഇവിടെ കൊരിന്ത് സഭയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ദുരുപദേശം പരക്കാൻ ഇടയായി തീർന്നു. ദുരുപദേശം പരന്നപ്പോൾ ഈ കൊരിന്ത് സഭയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, പക്ഷം പിടിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. അതുകൊണ്ട് പൗലോസിനെ എതിർക്കാനായിട്ട് അവർ തുടങ്ങി. പൗലോസിനെ എതിർക്കുന്നു, വേറെ പക്ഷം പിടിക്കുന്നു. പുതിയ അധ്യാപകർ വന്നപ്പോൾ അവർ പഠിപ്പിക്കുന്നത് ശരിയാണ് എന്നവർ കരുതുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങൾ പൗലോസിൻ്റെ മനസ്സിനെ വേദനിച്ചപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് കൊരിന്തുകാർക്ക് രണ്ടാമതൊരു ലേഖനം എഴുതുന്നതിനായിട്ട് പൗലോസ് തീരുമാനിക്കുന്നത്. ഒന്നാം ലേഖനമായിട്ട് ചെന്ന തീത്തോസിനെ സ്വീകരിച്ചതിന് അവർ തെറ്റുകൾ തിരുത്താൻ തയ്യാറായതിനൊക്കെ പൗലോസ് നന്ദി പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ 7:15 വാക്യം, 7:4 ഒക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ലേഖനവുമായിട്ട് തീത്തോസ് ചെന്നപ്പോൾ തീത്തോസിനെ അവർ നന്നായിട്ട് സ്വീകരിച്ചു. അതിന് പൗലോസ് നന്ദി പറയും. 7:15 നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 15 വാക്യം. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിനാൽ, പൗലോസ് അയച്ച തീത്തോസിനെ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ എല്ലാവരോടും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. അനുരാഗം കണ്ടോ, നിങ്ങളോട് സ്നേഹം. എനിക്കും അത് വളരെ സന്തോഷമായി. 7-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ, ഒന്നാം ലേഖനം വഴി ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്താൻ അവർ സന്നദ്ധരായി. അതുകൊണ്ട് താൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവർ പൗലോസിന് വളരെ സന്തോഷമായി. മാനസാന്തരപ്പെട്ട തെറ്റ് ചെയ്ത ഒരാളെ പുറത്താക്കാൻ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടാവുമല്ലോ. അവനെ പുറത്താക്കി. എന്നാൽ മാനസാന്തരപ്പെട്ടപ്പോൾ അവനെ സഭയിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. അവർ തിരിച്ചെടുത്തിരുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതുവരെ മാനസാന്തരപ്പെടാത്തവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനസ്സിലായോ? കുറേ പേരൊക്കെ മാനസാന്തരപ്പെട്ടു, ചിലർ മാനസാന്തരപ്പെട്ടെങ്കിലും സഭയിൽ തിരിച്ചെടുത്തില്ല. അപ്പോൾ ഈ ഒന്നാം ലേഖനത്തോട് കണക്റ്റഡ് ആണ് 2-ാം ലേഖനം എന്നറിയാൻ വേണ്ടിയാണ് മാനസാന്തരപ്പെടാത്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ് 12:21 13:2 ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് വായിക്കാം. 12:21. ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി. ഇപ്പൊ മാനസാന്തരപ്പെടാത്തവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ
ഞാനിപ്പോൾ ദൂരത്ത് നിന്നിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. അപ്പം മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദുരുപദേഷ്ടാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 11:13 വായിച്ചാൽ 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, കപട വേലക്കാർ, അവർക്കൊരു മുന്നറിയിപ്പാണത്. നിങ്ങൾ കള്ള അപ്പോസ്തോലന്മാരാണ്, കപട വേലക്കാരാണ് എന്ന് അവരോടും പറയുകയാണ്. മാത്രമല്ല പൗലോസ് തൻ്റെ അപ്പോസ്തോലത്തെ സാധൂകരിക്കുന്നുണ്ട്. 12-13 അധ്യായങ്ങളിൽ തൻ്റെ അപ്പോസ്തോലത്വം, ആ അധ്യായങ്ങൾ മുഴുവൻ വായിക്കണം, ഇപ്പം നമുക്ക് അതിന് സമയമില്ലല്ലോ. പൗലോസ് തൻ്റെ അപ്പോസ്തോലത്തെ സാധൂകരിക്കുകയും ഈ പശ്ചാത്തലത്തിൽ കൊരിന്തുകാരെ വീണ്ടും സന്ദർശിക്കാൻ തനിക്ക് കഴിയാതിരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പൗലോസ് വാക്കു മാറ്റിയതാണെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ, അല്ല, അങ്ങനെ എനിക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതാണ് എന്ന് വിശദമാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഈ ലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. കൂടാതെ യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു ധനശേഖരം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ കൊരിന്തുകാർ പങ്കാളികളാകണം എന്നവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് 8-9 അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ലേഖനം ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. സർവ്വാശ്വാസവും നൽകുന്ന ദൈവം, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്സ്, കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ആശ്വാസം നൽകുന്ന ദൈവം, സർവ്വാശ്വാസവും നൽകുന്ന ദൈവം, മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി. സർവ്വാശ്വാസവും നൽകുന്ന ദൈവം, ആമേൻ, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്സ്. അപ്പം കംഫർട്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ആശ്വാസം. 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആശ്വസിച്ചു കൊള്ളുവീൻ എന്നൊരു പ്രയോഗമുണ്ട്. ആശ്വസിച്ചു കൊള്ളുവീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പം ആശ്വസിച്ചു കൊള്ളുവീൻ, ആശ്വാസം നൽകുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ആദ്യ ആമുഖമൊക്കെ പറഞ്ഞപ്പോൾ വഴക്ക് പറയുന്ന ഒരു ആശ്വാസം കൊടുക്കാത്ത ലേഖനമാണെന്ന് തോന്നിയെങ്കിൽ പൗലോസ് അവരോട് പറയുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം യഥാസ്ഥാനപ്പെട്ട് ആശ്വാസം പ്രാപിച്ച് മടങ്ങി വന്ന് യഥാർത്ഥ സുവിശേഷത്തിൽ നിലനിൽക്കണം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ ആകെ 13 അധ്യായങ്ങളാണുള്ളത്. 3 ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കാം. 1 മുതൽ 7 വരെ, 8ഉം 9ഉം അധ്യായങ്ങൾ, 10 മുതൽ 13 വരെ. അപ്പോൾ ഈ ഓരോ ഭാഗത്തും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആദ്യത്തെ 7 അധ്യായങ്ങളിലാണ് ദൈവത്തിൻ്റെ ആശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദ കംഫർട്ട് ഓഫ് ഗോഡ്. കാരണം ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. ഏത് തരത്തിൽ, ഏത് സാഹചര്യത്തിൽ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ 7 അധ്യായങ്ങളിൽ. അതിനെ വേണമെങ്കിൽ ക്രിസ്ത്യൻ ലിവിങ് എന്നും വിളിക്കാം, ക്രിസ്തീയ ജീവിതം. കാരണം ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതും ആശ്വാസം പ്രാപിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ്, കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല. 8-9 അധ്യായങ്ങളിൽ ക്രിസ്ത്യൻ ഗിവിങ് എന്ന് പറയാം, ക്രിസ്തീയ ദാനം. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് മറ്റ് ഉള്ളവർക്ക് ദാനങ്ങൾ കൊടുക്കേണ്ടത്. 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് തൻ്റെ അപ്പോസ്തോലത്വത്തെ സാധൂകരിക്കുന്നതാണ് നാം കാണുന്നത്. ക്രിസ്ത്യൻ ഗാർഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ നിലനിൽപ്പിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ സാധൂകരിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ക്രിസ്ത്യൻ ലിവിങ്, ക്രിസ്ത്യൻ ഗിവിങ്, ക്രിസ്ത്യൻ ഗാർഡിങ് എന്ന് 3ആയിട്ട് വേണമെങ്കിൽ ഈ ലേഖനത്തെ തിരിക്കാം. 1 മുതൽ 7 വരെ, 8-9 അധ്യായങ്ങൾ, 10 മുതൽ 13 വരെ. ഓരോ ഭാഗങ്ങൾ നമുക്ക് ചുരുക്കത്തിൽ നോക്കിയാൽ ആദ്യത്തെ 7 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഈ ആശ്വാസം മനുഷ്യർക്ക് എപ്പോഴാണ് വേണ്ടത്? കഷ്ടതകളുടെ നടുവിലാണ്. അപ്പോസ്തലനായ പൗലോസ് എല്ലാ തരത്തിലും കഷ്ടപ്പെട്ട് താൻ ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുമാറ് വല്ലാതെ ഭാരപ്പെട്ടതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ തന്നെ വിവരണം ഉണ്ട്. എന്നാൽ 10-ാം വാക്യത്തിൽ 1-10 നാം വായിക്കുന്നത്, ദൈവം ഞങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, മേലാലും വിടുവിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം വ്യാപരിക്കുന്നത് കൊണ്ടാണ് ആശ്വാസം പ്രാപിക്കുന്നത്, അവൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്. ഞാൻ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോയിട്ടാണ് ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. 10-ാം വാക്യം നമുക്ക് വായിക്കാം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. ഞങ്ങൾ അവനിൽ ആശ്വസിച്ചിരിക്കുന്നു. അതെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ആശ്വസിക്കുക, കഷ്ടപ്പെടുക, ഈ വാക്കുകൾ എണ്ണി നോക്കിയാൽ കഷ്ടതയേക്കാൾ കൂടുതൽ
ആശ്വാസമാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആരായി ആശ്വസിപ്പിക്കുന്നത്? ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും എന്ന് 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ ഉറപ്പിക്കും, അഭിഷേകം ചെയ്യും, മുദ്രയിടും, ആത്മാവെന്ന അച്ചാരം നമുക്ക് തരും. 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. കണ്ടോ, ക്രിസ്തുവിൽ എസ്റ്റാബ്ലിഷിംഗ് ദ ബിലീവർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഉറപ്പിക്കും. നമ്മെ അഭിഷേകം ചെയ്തതും. അനോയിൻസസ്, നമ്മളെ അഭിഷേകം ചെയ്യുന്നു ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും. ഹി സീൽസസ്, നമ്മളെ മുദ്രയിടുന്നു. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. കണ്ടോ, ഈ 4 കാര്യങ്ങളും പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു, അച്ചാരം അല്ലെങ്കിൽ പ്ലഡ്ജ് നമുക്ക് ഏണസ്റ്റ് തരുന്നു. ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, മുദ്രയിടുന്നു, ആത്മാവെന്ന അച്ചാരം തന്ന് നമ്മെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജയോത്സവമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് 2-ാം അധ്യായം നമ്മളോട് പറയുന്നത്. 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി, നമുക്ക് വായിക്കാം 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും തങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. 15-ാം വാക്യത്തിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. നമുക്കത് ഏറ്റെടുക്കാം കേട്ടോ. നമ്മളെല്ലാം ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിരിക്കണം എന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സൗരഭ്യം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ അങ്ങനെ സൗരഭ്യം നഷ്ടപ്പെട്ട ഒരു അവസരത്തിലാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് ഓർക്കണം. വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവൊക്കെ വ്യാപരിച്ചപ്പോൾ ഈ വ്യാപരിച്ച ആത്മാവ് പഴയ ഉടമ്പടിയിലേക്ക് മടങ്ങിപ്പോകാനായിട്ടാണ് പ്രേരിപ്പിച്ചത്. കാരണം അവിടെ ലീഗലിസം അല്ലെങ്കിൽ നിയമവാദം, ഈ പരീശന്മാരുടെ ചിന്താഗതിയുള്ള ആളുകൾ ന്യായപ്രമാണം അനുസരിക്കണമെന്നും പരിച്ഛേദന ഏൽക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് 3-4 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പൗലോസ് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം വരച്ച് തന്നെ എഴുതാവുന്നതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാക്യങ്ങളും വായിക്കാൻ ഒക്കുകയല്ല. 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പഴയ ഉടമ്പടി അക്ഷരത്തിൻ്റെതാണ്, എന്നാൽ പുതിയ ഉടമ്പടി ആത്മാവിൻ്റെതാണ്. ഈ അക്ഷരത്തിൻ്റെ ഉടമ്പടി കൽപ്പലകയിലാണ് എഴുതിയിരുന്നത്, എന്നാൽ ആത്മാവിൻ്റെ ഉടമ്പടി ഹൃദയം എന്ന മാംസപ്പലകയിലാണ് എഴുതിയിരിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 9-ാം വാക്യത്തിൽ ഈ പഴയ ഉടമ്പടി ശിക്ഷാവിധിയുടെ ശുശ്രൂഷ അല്ലേ, കണ്ടംനേഷൻ, ശിക്ഷാവിധിയാണ് കൊണ്ടുവന്നത്. എന്നാൽ പുതിയ ഉടമ്പടി നീതിയുടെ ശുശ്രൂഷയാണ്, മിനിസ്ട്രി ഓഫ് റൈച്ചസ്നെസ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പഴയ ഉടമ്പടി നീക്കം വരുന്നതായിരുന്നു, എന്നാൽ പുതിയ ഉടമ്പടി നിലനിൽക്കുന്നതാണ്. 13-ാം വാക്യത്തിൽ പഴയ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത് മോശയുടെ മുഖമാണ്, എന്നാൽ പുതിയ ഉടമ്പടിയിൽ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള മുഖമാണ്. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും അത് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെ വായിക്കുമ്പോൾ പഴയ ഉടമ്പടി പ്രകാരം ഒരു മൂടുപടം കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്, എന്നാൽ പുതിയ ഉടമ്പടി ഒരു കണ്ണാടിയായി നമ്മൾ കാണിക്കുന്നത്. കണ്ണാടി തേജസ്സിനെ പ്രതിബിംബിക്കുന്നതാണ്. അതുകൊണ്ട് 3:18 നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇതാണ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ. പഴയ ഉടമ്പടിയിൽ നമ്മളെ ശിക്ഷ വിധിച്ച് കുറേ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൊല്ലുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു രൂപാന്തരത്തിൻ്റെ ശുശ്രൂഷ, ജീവൻ്റെ, ചൈതന്യത്തിൻ്റെ, തേജസ്സിൻ്റെ ശുശ്രൂഷയാണ് പുതിയ ഉടമ്പടി നമുക്ക് നൽകുന്നത്. നാം ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കണം. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ തേജസ് മൺകുടങ്ങളിലാണ് അല്ലെങ്കിൽ മൺപാത്രങ്ങളിലാണ് ഇരിക്കുന്നതെന്ന് 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിക്ഷേപം നമുക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് നാം കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം സഹിക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല,
വീണ് കിടക്കുന്നു, എന്നാൽ നശിച്ചു പോകുന്നില്ല. ഇത് പൗലോസിൻ്റെ അനുഭവമാണ്. എല്ലാ വിശ്വാസികളും ഈ അനുഭവത്തിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോവുകയും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയും. പുറമേയുള്ളവൻ അനുഭവിക്കുന്ന കഷ്ടമൊക്കെ ലഘുവായ കഷ്ടമാണ്, എന്നാൽ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചിട്ട് അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ആണ് പ്രാപിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇത് 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അത് തീർച്ചയായിട്ടും വായിച്ച് കേൾക്കേണ്ടതാണ്. നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ കേൾക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ ഈ കഷ്ടത അങ്ങേ അറ്റം വരെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മരണം സംഭവിക്കും. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണത്തിലും ആശ്വാസം എന്നതാണ് ചിന്ത. നമ്മുടെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും, അപ്പോൾ ഒരു നിത്യഭവനം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ ശരീരം വിട്ടാൽ, 8-ാം വാക്യം നോക്കിയാൽ 5:8, ശരീരം വിട്ടാൽ നാം കർത്താവിനോട് കൂടെ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇച്ചിരി പുറകോട്ട് പോയി 6-ാം വാക്യം വായിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്. അപ്പോൾ ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്, ശരീരം വിട്ടാൽ കർത്താവിനോട് അടുത്ത്. 6-ാം വാക്യം വായിക്കാം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന്. അപ്പോൾ ഏതാ നല്ലത്? ശരീരം വിടുന്നതാണോ ശരീരത്തിൽ വസിക്കുന്നതാണോ? പൗലോസ് പറയും, എനിക്ക് മരിക്കുന്നത് ലാഭം. കാരണം ശരീരം വിട്ടാൽ എനിക്ക് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ഒരു മഹനീയമായ പ്രത്യാശയാണ് 5-ാം അധ്യായം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ പറഞ്ഞു, 5:7, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. മാത്രമല്ല ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് 8-ാം വാക്യത്തിൽ പറഞ്ഞു, ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ ഞങ്ങൾ അധികം പ്രിയപ്പെടുന്നു. അതാണ് അല്ലേ? അങ്ങനെ ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും 9-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. 10-ാം വാക്യത്തിൽ പറഞ്ഞത്, ഇനി അഭിമാനിച്ചാലും ഇല്ലെങ്കിലും നാം എല്ലാവരും ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. 10-ാം വാക്യം നമുക്ക് വായിക്കാം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, 5:10, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുന്നത് ശിക്ഷ പ്രാപിക്കുവാനായിട്ടല്ല, പ്രതിഫലങ്ങൾ പ്രാപിക്കാനായിട്ടാണ്. അതുകൊണ്ട് നാം തെറ്റായ സുവിശേഷത്തിലും തെറ്റായ ആത്മാവിനുമൊക്കെ വിധേയപ്പെടാതെ പ്രത്യാശയോടെ യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിച്ചാൽ നമുക്ക് പ്രതിഫലം വാങ്ങാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 5:11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദി എയിം ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. ശുശ്രൂഷകന്മാരെ അല്ലെങ്കിൽ ദൈവമക്കളെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അതുകൊണ്ട് 5:15 വായിക്കുകയാണെങ്കിൽ, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, പിന്നെ ആർക്കായിട്ടാണ് ജീവിക്കേണ്ടത്? തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരുത്തൻ, ഇനി അവൻ അത് സുവിശേഷം എല്ലാം അതിനകത്തുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. കണ്ടോ? ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷം. അതായത് നാം ഇനി നമുക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്, പിന്നെ ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 17-ാം വാക്യത്തിൽ പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. 17-ാം വാക്യം കൂടെ വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ അവൻ്റെ അംബാസഡേഴ്സ്, അവൻ്റെ സ്ഥാനാപതികളായിട്ട് നിൽക്കണം. സ്ഥാനാപതികളുടെ ദൗത്യവും സന്ദേശവും എന്താണെന്ന് 20-21 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ നമുക്ക് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ
20-21 വാക്യങ്ങളിൽ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി കണ്ടോ, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന്, അതാണ് സന്ദേശം, ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഇനിയത്തെ വാക്യം ശ്രദ്ധിക്കുക. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവനെ, ഈ സ്ഥാനാപതി ഇങ്ങനെ പ്രഘോഷിക്കാൻ കാരണം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതെല്ലാം ഈ ക്ലാസ്സിൽ വിവരിക്കാൻ പറ്റിയല്ല. ദയവായിട്ട് ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയിട്ട് ഈ ലേഖനത്തിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട്, അതിൽ കയറി കാര്യങ്ങൾ ഗ്രഹിക്കുക. ഈ ചുരുക്കത്തിൽ നാം അത് പരിശോധിക്കുമ്പോൾ ഈ അംബാസഡേഴ്സിൻ്റെ, സ്ഥാനാപതികളുടെ ദൗത്യം ദൈവത്തോട് നിരന്നുകൊള്ളുക. കാരണം ദൈവം അതിനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് 5:21 വ്യക്തമാക്കുന്നത്. എന്നാൽ നാം മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോവുകയാണെങ്കിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞു, 1-ാം വാക്യത്തിൽ തന്നെ, ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി പോകും. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. ആണ്ടോ, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരും. എങ്ങനെ വ്യർത്ഥമായി തീരുന്നത്? മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, അത് നമ്മളിൽ വ്യാപരിച്ചാൽ ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരും. നാം കൃപയിൽ നിന്ന് വീണു പോകും. ഇനി ഗലാത്യ ലേഖനത്തിലൊക്കെ അത് വിവരിക്കുന്നുണ്ട്. കൃപയിൽ നിന്ന് വീണുപോയി, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അങ്ങനെ വരാതിരിക്കാനായിട്ട് ആ കൃപയിൽ തന്നെ നിൽക്കണം. കഷ്ടതയൊക്കെ കാണും. പൗലോസ് തൻ്റെ കഷ്ടതകളൊക്കെ വിവരിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 18 കഷ്ടതകൾ താൻ അനുഭവിച്ചത്, കൃപ അവന് വേണ്ടി അതിൻ്റെ നടുവിൽ വ്യാപരിച്ചതൊക്കെ വിവരിക്കുന്നുണ്ട്. ബഹുകഷ്ടത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ അത് ഓടിച്ചു വായിച്ചാൽ എല്ലാം മനസ്സിലാകുകയില്ല. എന്നാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ മച്ച് പേഷ്യൻസ് ആൻഡ് ബൈ പ്യുവർനെസ്. ഇന്നും ബൈയും ഉണ്ട് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ ഇന്ന തരത്തിൽ ദൈവം എന്നെ നടത്തി. ദയവായിട്ട് അത് വായിക്കുക. എന്നിട്ട് 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 9 കാര്യങ്ങൾ താരതമ്യപ്പെടുത്തി വ്യത്യാസം കാണിക്കുകയാണ്. മാന അപമാനങ്ങൾ, ദുഷ്കീർത്തി സൽകീർത്തികൾ, ചതിയന്മാർ സത്യവാന്മാർ, ആരും അറിയാത്തവർ, എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവർ, ജീവിക്കുന്നവർ, ശിക്ഷിക്കപ്പെടുന്നവർ, കൊല്ലപ്പെടാത്തവർ, ദുഃഖിക്കുന്നവർ എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രന്മാർ എന്നാൽ പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എന്നാൽ എല്ലാം കൈവശമുള്ളവർ. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരാഹ്വാനമുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ 7-1 വരെ. എന്താണത്? വിശുദ്ധിയെ തികയ്ക്കണം. അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. 6-ന്റെ 14, 7-1 വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. അപ്പൊ അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു വന്നിട്ട് 7-1 പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. അപ്പൊ ഇതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം. അല്ലാതെ കൂടുതൽ കണ്ടാമിനേറ്റഡ് ആകുക, അശുദ്ധരാകുക എന്നുള്ളതല്ല. നാം വിശുദ്ധിയെ തികയ്ക്കണം. നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ ചെളികളും എല്ലാ കന്മഷങ്ങളും കഴുകിക്കളയണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 7-ാം അധ്യായത്തിൽ തുടർന്ന് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ പൗലോസ് പറയുന്നത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത്. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. എന്നിട്ട് താഴെ പറഞ്ഞു, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. അതിനടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അധികമായി സന്തോഷിച്ചു. 7-ാം വാക്യത്തില്, അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങൾക്ക് ലഭിച്ച ആശ്വാസത്തോടും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. അപ്പൊ ഈ ആശ്വാസത്തിന്റെ ഒരു ലേഖനമാണിത് എന്നോർക്കുക. 7-ാം അധ്യായത്തിൽ 1-ാം ഭാഗം തീരുന്നു. 8-9 അധ്യായങ്ങള് ക്രിസ്ത്യൻ ഗിവിംഗ് ആണ്, ക്രിസ്ത്യ ദാനത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. ഈ ഗിവിംഗ് എന്ന് പറയുന്നത് ഒരു ദൈവകൃപയാണ് എന്ന് തുടക്കത്തിൽ തന്നെ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. ഗിവിംഗ് ഈസ് എ ഗ്രേസ്.
നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. ഈ 8-9 അധ്യായങ്ങൾ പഠിക്കുകയാണെങ്കിൽ 10 പ്രാവശ്യം കൃപയെന്നുള്ള വാക്ക് എടുത്തെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു മാതൃക, 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കൊടുക്കാനുള്ളൊരു പ്രബോധനം, 6-ാം വാക്യം മുതൽ 9-ന്റെ 5 വരെ കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വിശദീകരിക്കുന്നു. അവസാനം കൊടുക്കാനൊരു പ്രോത്സാഹനം, എക്സാമ്പിൾ ഓഫ് ഗിവിങ്, എക്സോട്ടേഷൻ ടു ഗിവിങ്, എക്സ്പ്ലനേഷൻ ഓഫ് ക്രിസ്ത്യൻ ഗിവിങ് ആൻഡ് എൻകറേജ്മെൻറ്റ് ടു ക്രിസ്ത്യൻ ഗിവിങ്. ഇതെല്ലാം ഈ അധ്യായത്തിലുണ്ട്. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം അതല്ലല്ലോ. എങ്ങനെ കൊടുക്കണം, എത്രമാത്രം കൊടുക്കണം, ആർക്ക് കൊടുക്കണം, അതും കൂടെ പറയാം. എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ 8-ന്റെ 2 വായിക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴും കൊടുക്കണം, ഗിവ് ഔട്ട് ഓഫ് പോവർട്ടി. 9-ന്റെ 7 ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം. 8-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പ്രാപ്തി പോലെ കൊടുക്കണം. 9-ന്റെ 7 സന്തോഷത്തോടെ കൊടുക്കണം. 8-ന്റെ 3-ഉം 4-ഉം പ്രാപ്തിക്ക് മീതെ. പ്രാപ്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ ജനറസ്ലി, സാക്രിഫിഷ്യലി, ത്യാഗാത്മകമായിട്ട് നമ്മുടെ പ്രാപ്തിക്ക് മീതെ കൊടുക്കണം. 9-ന്റെ 6-ൽ വായിക്കുന്നത് ധാരാളമായിട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ കൊടുക്കേണ്ടത്? ദാരിദ്ര്യമാണെങ്കിലും കൊടുക്കണം, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം, പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം, പ്രാപ്തിക്ക് മീതെ കൊടുക്കണം, ധാരാളമായിട്ട് കൊടുക്കണം. ഈ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ചോദ്യം വരും, ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം എന്നുള്ളതും വളരെ ക്ലിയറാണ്. ഒന്നാമത് ഗലാത്യ ലേഖനം 6-ന്റെ 6 മുതലുള്ള വാക്യങ്ങളും ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെയും 4-ാം അധ്യായത്തിൻ്റെയും ചില വാക്യങ്ങളും വായിച്ചാൽ വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം, വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം, ദൈവത്തിൻ്റെ വേല, സുവിശേഷ വേലയിൽ വ്യാപരിക്കുന്നവർക്ക് കൊടുക്കണം, സഹവിശ്വാസികൾക്ക് കൊടുക്കണം, ദരിദ്രന്മാർക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. മനസ്സിലായോ? വചനം പഠിപ്പിക്കുന്നവർക്ക്, സുവിശേഷ വേലയിൽ വ്യാപരിക്കുന്നവർക്ക്, സഹവിശ്വാസികൾക്ക്, ദരിദ്രന്മാർക്ക്, എല്ലാവർക്കും. പിന്നത്തെ ചോദ്യം എന്തുമാത്രം കൊടുക്കണമെന്നുള്ളതാണ് അല്ലേ? എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലായി. ബാക്കി നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം. ഡിസ്ക്രിപ്ഷൻ ലൈനാണ് ഞങ്ങൾ ഈ ലിങ്ക് കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കണം അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുമാത്രം കൊടുക്കണം, എന്തുമാത്രം കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ചില വാക്യങ്ങൾ അതിന് വായിക്കേണ്ടതാണ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഉത്തമമായ ഭാഗം കൊടുക്കണം, വിശുദ്ധമായത് കൊടുക്കണം, ആദ്യഫലം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തമമായത്, വിശുദ്ധമായതെന്ന് പറഞ്ഞാൽ വേർതിരിച്ചത്, വിശുദ്ധി, സെപ്പറേഷൻ ആണല്ലോ. അപ്പോൾ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഉത്തമമായ ഭാഗം, ആദ്യഫലം ഒക്കെ ദൈവത്തിന് കൊടുക്കണം. നമുക്ക് ആ വാക്യം വായിക്കാം. 18-ന്റെ 25 മുതൽ 32 വരെ വായിക്കണം. നമുക്കിപ്പോൾ 29-ാം വാക്യം മാത്രം വായിക്കാം. നിങ്ങൾക്കുള്ള സകല ദാനങ്ങളിലും ഉത്തമമായ എല്ലാറ്റിന്റെയും വിശുദ്ധ ഭാഗം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചത്, ഉത്തമമായത് ദൈവത്തിനായിട്ട് വിശുദ്ധമായെന്ന് പറഞ്ഞാൽ ഉടനെയുള്ള എന്താ ഈ വിശുദ്ധമായത്? എന്താ നമ്മൾ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. അപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും നല്ലതിൽ, കാലൊടിഞ്ഞതും കണ്ണുപൊട്ടിയതും അല്ല കേട്ടോ, ഏറ്റവും നല്ലത് ഉത്തമമായതിൽ ദൈവത്തിനായിട്ട് വേർതിരിച്ചത് കൊടുക്കണം. 32-ാം വാക്യം കൂടെ വേണമെങ്കിൽ വായിക്കാം. അതിന്റെ ഉത്തമ ഭാഗം ഉദർച്ച ചെയ്താൽ പിന്നെ നിങ്ങൾ അത് നിമിത്തം പാപം വഹിക്കുകയില്ല. ഉത്തമ ഭാഗം, ഉദർച്ച എന്ന് പറഞ്ഞാൽ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുക എന്നാണ് ഉദർച്ചാർപ്പണം. അപ്പം ഉത്തമമായതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വല്ല കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കുണ്ട്. 10-1 കൊടുക്കണം എന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നിലത്തിന്റെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ദശാംശമൊക്കെയും ദൈവത്തിനുള്ളതാണ്. അത് യഹോവയ്ക്ക് വിശുദ്ധം. അതെ, വിശുദ്ധം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചതാണ്. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം കാര്യത്തിന് എടുക്കുകയാണെങ്കിൽ അതിനോട് 5-1 കൂടെ ചേർത്ത് കൊടുക്കണം. പലിശ ഉണ്ട് കേട്ടോ. ദൈവത്തിനുള്ള കൊടുത്തില്ലെങ്കിൽ പലിശ ചേർത്ത് കൊടുക്കുക. എത്ര റേറ്റ് എന്നും പറഞ്ഞ് കേട്ട് കാണുമല്ലോ. 5-1 കൂടെ ചേർത്ത് പിന്നീട് കൊടുത്തേക്കണം. അല്ലാതെ അത് മറന്നുപോയി, ദൈവം മറന്നുപോയിക്കോളും എന്ന് വിചാരിക്കരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിരിക്കണം. ആ വാക്യങ്ങൾ വായിക്കുക. ഇനി ദശാംശം വാങ്ങുന്ന ആളുകൾ എന്ത് ചെയ്യണം? നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിന് നമ്മൾ ദശാംശം കൊടുക്കുകയാണല്ലോ. വാങ്ങുന്നവരെന്ത് ചെയ്യണം? വാങ്ങുന്നവർ ദശാംശത്തിൻ്റെ ദശാംശം കൊടുക്കണം. വാങ്ങുന്ന പലരും ധരിക്കുന്നത് അവർ കൊടുക്കണ്ട, കാരണം ഇതെല്ലാം ഞങ്ങൾ മേടിക്കാനുള്ളവർ മാത്രമാണ്. അങ്ങനെ ഒരു നെഹമ്യാവ് 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. 2 കാര്യം അവിടെ ഉണ്ട്. ദശാംശം വാങ്ങിയതിന് കണക്കും വേണം. കാരണം വാങ്ങുമ്പോൾ അത് ആരും കാണാതെ കയ്യിൽ മടക്കി വെച്ച് കൊടുക്കുകയല്ല, അത് നോട്ട് ചെയ്യാൻ ഒരാൾ വേണം. കാരണം ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്.
അതിന്റെ ദശാംശം കൊടുക്കുകയും വേണം. വായിച്ചാട്ടെ. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ, ശ്രദ്ധിക്കണേ, ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരോട് കൂടെ ഉണ്ടായിരിക്കണം. അതെന്തിനാ? എത്ര കിട്ടിയെന്നുള്ളത് നോക്കാനായിട്ട്. കാരണം നമുക്ക് കിട്ടുന്ന പലതിനും എന്തില്ല, അൺഅക്കൗണ്ടഡ് മണി അല്ലേ? എത്ര കിട്ടിയെന്ന് അറിയത്തില്ല, ആരും ഒരു കണക്കും ആർക്കും കൊടുക്കുന്നില്ല. പലരും ഇൻകം ടാക്സ് കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുക്കാതെ അതെല്ലാം മേടിച്ച് വെച്ചേക്കാണ്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് വാങ്ങുമ്പോൾ. ഒന്നുകൂടെ വായിച്ച വാക്യം. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ, ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരോട് കൂടെ ഉണ്ടായിരിക്കണം. അതെന്തിനാ? എത്ര കിട്ടിയെന്നുള്ള കണക്ക് കിട്ടാനായിട്ട്. എന്നിട്ട് ദശാംശത്തിന്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ഡാരഗൃഹത്തിന്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. ദശാംശത്തിന്റെ ദശാംശവും അവർ കൊടുക്കണം. പക്ഷെ നമ്മളിന്ന് പഠിപ്പിക്കുന്നത് ദശാംശം കിട്ടിയവരാരും ഒന്നും ആർക്കും കൊടുക്കണ്ടെന്നും എല്ലാം കൊണ്ടുവരണം ഇങ്ങോട്ട്. അതിന് മലാഖിയിൽ ഒരു വാക്യം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ വാക്യം മറന്നു പോകരുത്. മലാഖി 3-ാം അധ്യായത്തിന്റെ 8-10 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ വാക്യങ്ങൾ വായിച്ചിട്ടാണ് ദശാംശം കൊണ്ടുപോവാ ഞങ്ങളുടെ കയ്യിലേക്ക്, ആലയത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നത്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. 10-ാം വാക്യം. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഈ വാക്യം പറഞ്ഞാണല്ലോ നമ്മൾ ദശാംശം മുഴുവൻ മേടിച്ചെടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ ചോദ്യം ഉള്ളത്. എൻ്റെ ആലയം എന്ന് പറയുന്നത് ഏതാ? എൻ്റെ ആലയം ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭ ഒരു പ്രാദേശിക സഭ മാത്രമല്ല, അത് സാർവലൗകികമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാർവലൗകിക സഭയ്ക്കൊരു പ്രാദേശിക എക്സ്പ്രഷൻ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പോൾ അവിടെ ഒന്നും കൊടുക്കേണ്ടതെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ദൈവവേലയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വചനം പഠിപ്പിക്കുന്നവർക്ക്, ദൈവവേല ചെയ്യുന്ന ആളുകൾക്ക് എവിടെയാണെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ദൈവത്തിൻ്റെ ആലയം ലോകത്തിൽ മുഴുവൻ ഉള്ളതാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഉള്ളതല്ല. എൻ്റെ ആലയം, നോട്ട് ജസ്റ്റ് ദ ലോക്കൽ ചർച്ച് എന്ന് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ ലോക്കൽ ചർച്ചിൻ്റെ ഹോളുകൾക്കൊക്കെ ആലയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരണമെന്ന് പഠിപ്പിക്കുന്നതിനകത്ത് ഒരു ചെറിയ സ്വാർത്ഥത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ആ സ്വാർത്ഥതയും കൂടെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം കൊടുക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം. അവസാനത്തെ ഭാഗം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ പൗലോസ് തൻ്റെ അപ്പോസ്തോലത്വത്തെ സാധൂകരിച്ചുകൊണ്ട് ഡിഫെൻഡിങ് ഹിസ് അപ്പോസൽഷിപ്പ്, അത് ആണ് നമ്മളവിടെ കാണുന്നത്. അതിനെ ക്രിസ്ത്യൻ ഗാർഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക്. കണ്ടോ, എന്നെ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന്. കണ്ടോ, എന്നെ നിന്ദിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയുവാൻ, അവർക്ക് മറുപടി കൊടുക്കുവാൻ. പൗലോസിനെ നിന്ദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വയമായിട്ട് പഠിക്കണം. ഞാൻ ക്ലൂ തരാം. പൗലോസ് ധീരനല്ല, ഒരു ഭീരുവാണ് എന്നവർ പറഞ്ഞു. പൗലോസ് ജഡപ്രകാരം നടക്കുന്നവനാണെന്ന് പറഞ്ഞു. 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. അതിൻ്റെ ഉത്തരം 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിലുണ്ട്. ദയവായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീര സാന്നിധ്യം ബലഹീനം, വാക്ക് നിന്ദ്യം എന്ന് പറഞ്ഞ് പൗലോസിനെ അവരവഹേളിച്ചു, നിന്ദിച്ചു. എന്നാൽ 10-ാം അധ്യായത്തിന് 6-ാം വാക്യം ഒന്ന് വായിക്കേണ്ടതാണ്. അവിടെ പറഞ്ഞു, നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. കാരണം ഒരാളുടെ ശരീരത്തിൻ്റെ അപ്പിയറൻസ് നോക്കിയിട്ടല്ല ആത്മീയത നിശ്ചയിച്ച്, അല്ലേ? ഇപ്പം നമ്മൾ പുറമേ നോക്കിയാൽ വളരെ മിടുക്കന്മാരായിരിക്കും. കർത്താവ് പുറമേ ഉള്ളതല്ല നോക്കുന്നത്, ഹൃദയം. 10-6. നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. അപ്പം നിങ്ങൾ പുറമേ ഉള്ളത് നോക്കിയിട്ടാണ് അവൻ്റെ ശരീര സാന്നിധ്യം ബലഹീനമെന്ന് പറയുന്നത്. 11-6 വായിച്ചു നോക്കുകയാണെങ്കിൽ, ഞാൻ വാക്സാമർഥ്യം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രസംഗിച്ച് നിങ്ങൾക്ക് ബോധ്യം തരാൻ വാക്സാമർഥ്യം ഇല്ലാത്തവനായിരിക്കും, എന്നാൽ പരിജ്ഞാനമില്ലാത്തവനല്ല. ഞാൻ വാക്സാമർഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. പിന്നെ കൈകൊണ്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതൊരു കുറ്റമായിട്ട് പലരും എടുത്തു കാണിച്ചു. അതിൻ്റെ ഉത്തരം 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞ ഒരു അപ്പോസ്തലനാണ് എന്നവർ സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ ഒട്ടും കുറഞ്ഞ അപ്പോസ്തലനല്ല എന്ന് പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്. 12-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ക്രിസ്തു അവനിൽ സംസാരിക്കുന്നില്ല എന്നായിരുന്നു മറ്റൊരു വാദം. 13-ന്റെ 3 വായിച്ചാട്ടെ. 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുക. എന്നാൽ പൗലോസ് അവസാനം പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. എന്നിൽ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ ഈ തരത്തിലൊക്കെ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായതെന്ന് ചോദിച്ചാൽ 10-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുന്നു. അതാണ് പ്രശ്നം. എന്നാൽ പൗലോസിൻ്റെ എക്സ്പീരിയൻസസ് പൗലോസ് ഇവിടെയാണ് പറയുന്നത്. ബയോഗ്രഫിക്കലാണ് കേട്ടോ. തനിക്കുണ്ടായ ദർശനം,
അല്ലേ? 12-ന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ വായിച്ചാൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, താൻ നേരിട്ട എതിർപ്പുകൾ, തനിക്ക് ഉണ്ടായ ശാരീരിക ബലഹീനത, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം അത്ഭുതകരമായിട്ട് തന്നെ നടത്തി. അതുകൊണ്ടാണ് 12-9 എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, എൻ്റെ പ്രാപ്തി എൻ്റെ അല്ല ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ഇവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. തനിക്ക് താൻ പോകുന്ന പാസ്റ്റർമാരാണ് നമുക്ക് ഈ കാലഘട്ടത്തിലുള്ളത്. എന്നാൽ പൗലോസ് പറഞ്ഞു, എൻ്റെ പ്രാപ്തി എനിക്ക് തന്നെ പോകുന്നവനല്ല, എൻ്റെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. എന്നിൽ കൃപ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ലായിരിക്കാം, ശരീരസന്നിധി അത്ര സ്ട്രോങ് ആയിരിക്കുകയില്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ബലഹീനതകളിൽ സന്തോഷിക്കുകയും എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവസാനം പറഞ്ഞു തീർക്കുന്നത് 13-ന്റെ 5 13-ന്റെ 5 നമുക്ക് വായിച്ചാൽ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഈ ലേഖനത്തിന്റെ കൺക്ലൂഷൻ 13-ന്റെ 11 സന്തോഷിപ്പീൻ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചു കൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വാക്യങ്ങളെല്ലാം പഠിക്കുക. ഈ ലേഖനം പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ 13-ന്റെ 14 നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ ലേഖനത്തിൻ്റെ അവസാനം ഒരാശംസയായിട്ട്, ഒരാശീർവാദമായിട്ട് പൗലോസ് പറഞ്ഞ കാര്യമാണ് ഇന്ന് മിക്കവാറും എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും മീറ്റിംഗ് ഒക്കെ തീരുമ്പോൾ ഒരാശീർവാദമായിട്ട് പറയാൻ ഉപയോഗിക്കുന്നത്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അപ്പം അത് ഈ ലേഖനത്തിൽ കൂടിയാണ് പുറത്തേക്ക് വന്നത്. ഇപ്പം നമ്മൾ എന്നും പറയുന്നുണ്ടെങ്കിൽ ഏത് ലേഖനത്തിൽ നിന്നാണ് എങ്ങനെ ഇത് വന്നു എന്നറിയാൻ പാടില്ല. നമുക്ക് 13-14 കൂടെ വായിച്ച് ഈ പഠനം ക്ലോസ് ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്കിതാണ് ആവശ്യം. യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഈ കാര്യങ്ങളിൽ അനുദിനം വളർന്നു വരുന്നതിന് ഈ ലേഖന പഠനം നമ്മെ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം.